അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദ അതാ ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അവൾക്കൊന്നും ഓർമ്മയെ കിട്ടുന്നില്ല. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്നാൽ നവാസിന് ആ ഒരു രംഗം കണ്ടപ്പോൾ സങ്കടം തോന്നി. എങ്കിലും ഫസീല പറഞ്ഞു, ഇക്ക നിങ്ങൾ ഒന്നും കൂടി അവളുടെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് ശരിക്ക് സംസാരിച്ചു നോക്കി. ഞാനെന്ത് പറയാനാ, അവളുടെ ആ ഒരു മാനസിക നിലയ്ക്ക് ആകെ തെറ്റിക്കും തോന്നുന്നു. ഇക്ക ചെല്ലി. അങ്ങനെ അതാ ഫസീല നിർബന്ധിക്കുന്നു. ഈ സമയം നവാസ് അതാ സൗദ ഇരിക്കുന്ന ആ ബെഡിൻ്റെ അരികിലായിട്ടിരുന്നു. സൗദ, സൗദ. അവൾ അല്പം ഭയത്തോടെ അയാളെ നോക്കുകയാണ്. സൗദ. പെട്ടെന്ന് ഫസീല പറഞ്ഞു, ഇക്ക കുഞ്ഞിനെ ഒന്ന് കൊടുത്തു നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, കുഞ്ഞിനെ ഒന്ന് മടിയിൽ വെച്ച് ഒന്ന് നോക്കിക്കേ. ഫസീല കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതാ നവാസ്കയുടെ മടിയിൽ വെച്ച് കൊടുത്തു. സൗദ നോക്ക്, ഇത് നമ്മുടെ കുഞ്ഞല്ലേ, നീ എന്താ കുഞ്ഞിനെ നോക്കാത്തത്? നിങ്ങളാരാ? ഇതാരാ കുഞ്ഞാ? അവളുടെ ചോദ്യം കേട്ട് നവാസ് ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, സ്വന്തം കുഞ്ഞിനെ വരെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വരെ തിരിച്ചറിയാത്ത അവസ്ഥ. വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. ശരിക്കും അവനാകെ സങ്കടപ്പെട്ടു. എന്നാൽ ഫസീൽ അങ്ങോട്ട് കടന്നു വന്നു. സൗദ മോളെ, ഇത് മോളുടെ ഭർത്താവാണ് നവാസ്. മോൾക്ക് അറിയില്ലേ? നിങ്ങൾ കുറേ കാലം ഗൾഫിലൊക്കെ നിന്നില്ലേ? മോളെ ഒന്ന് നോക്കിക്കേ. അവൾ ദയനീയമായി അതാ ഫസീലയെ നോക്കുന്നു. പഠിച്ചോനെ, ഒരു ഓർമ്മയൊന്നുമില്ലല്ലോ പഠിച്ചോനെ, എന്താ നീ ചെയ്യാ? വല്ലാത്തൊരവസ്ഥ തന്നെ. എന്നാൽ ഐഷുമ്മക്ക് അല്പം സമാധാനമുണ്ട്. കാരണം നവാസ് സൗദയോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പഠിച്ചോനെ, എന്തായാലും കണ്ടുമുട്ടല്ലോ, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടല്ലോ, അതന്നെ പഠിച്ചോനെ വലിയ റഹ്മത്ത്. പഠിച്ച റബ്ബേ, അല്ലാ, മിണ്ടാതെ നിൽക്കണേ ആ ഒരു അവസ്ഥ. ഇപ്പം ഏതായാലും അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്ന് പഠിച്ചോനെ ശരിയാവുമായിരിക്കും. എന്നാൽ ഐഷുമ്മ നേരെ ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു, അല്ല ഡോക്ടറെ, ഏതായാലും ഓല് രണ്ടുപേരും ഒരുമിച്ച് കുറച്ച് കാലമൊക്കെ ജീവിച്ചിട്ടുള്ളൂ, ഓനിപ്പോൾ വന്നതുമാണ്, ഒക്കെപ്പാടാണ്. അപ്പം ഞാൻ പറയണത്, ഓള് വന്നപ്പോൾ തന്നെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആയി. എൻ്റെ പൊന്നാര ഡോക്ടറെ, നിങ്ങൾ ഈ വൈദ്യശാസ്ത്രത്തിന് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറാനുള്ള മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ? എല്ലാ അസുഖത്തിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇതിന് മരുന്നൊന്നും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലേക്കുല്ലേ? എന്നാൽ അതാ ഷമ്മാസ് ഉമ്മയെ പതുക്കെ തോണ്ടിയിട്ട് പറയും, ഉമ്മ അങ്ങനെയൊന്നും പറയല്ലേ ഡോക്ടേഴ്സിനോട്, അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പൊന്നു മോനെ, പിന്നെന്താ നമ്മൾ ചോദിക്കണ്ട? അല്ല ഡോക്ടർ, ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേക്കില്ലേ? ഈ ഓർമ്മശക്തി കുറഞ്ഞതിനുള്ള അല്ലേ പല പരസ്യങ്ങളും കാണല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേക്കും അല്ലേ? എന്നാൽ ഡോക്ടർ ദേഷ്യപ്പെട്ടില്ല, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ എല്ലാത്തിനുള്ള മരുന്നുണ്ട്, ഒരു സാവകാശം വേണം. അതായത് നല്ല രീതിയിലുള്ള ഡോസ് അടിച്ച് കയറ്റിയതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ട് രീതിയിൽ കുറച്ചൊക്കെ നമ്മൾ ടൈം എടുക്കും. ഉമ്മ വിഷമിക്കണ്ട, ഒക്കെ സാവകാശം ശരിയാകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എന്താ മോനെ? ഡോക്ടറെ പോലും മോനെ എന്നാണ് ഉമ്മ വിളിക്കുന്നത്. എന്നാൽ ആ ഒരു വാത്സല്യത്തോടെയുള്ള വിളി കേട്ടപ്പോൾ അതാ ഡോക്ടർ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ അതായത് ഓരോന്നിനും ഓരോ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ചിലത് പെട്ടെന്ന് മാറും, ചിലത് അല്പം കുറച്ച് കാഠിന്യമേറിയതാണെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ അത് മാറ്റിയെടുക്കും. ഒന്നും പ്രയാസം ഉണ്ടാവില്ല, വിഷമിക്കണ്ട. മിണ്ടാൻ പറ്റാത്ത കേട് അവൾക്ക് വന്നിട്ടില്ല. നാവുകൾ കുഴഞ്ഞു പോകുന്ന അവസ്ഥ കൂടി ഉണ്ടെങ്കിൽ പഠിച്ചോനെ, പൊന്നു ഡോക്ടറെ, നിങ്ങൾ ആ ഒന്നും പറയല്ലേ എൻ്റെ പഠിച്ചോനെ, റബ്ബേ അങ്ങനൊന്നും പറയല്ലേ. അല്ലുമ്മ ഞാൻ പറയാമെന്ന് മാത്രം, അല്ല ആ രീതിയിലുള്ള എഫക്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഒരു കോമ സ്റ്റേജിൻ്റെ അവസ്ഥ വരെ ആക്കി തീർക്കും. ആ രീതിയിലുള്ള മെഡിസിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പഠിച്ചോ കാത്തു എന്ന് തന്നെ പറയാം. നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യമായിട്ട് എന്ന് വെച്ചാൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ സംസാരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം വരുന്നില്ല. വരൂ നമുക്കൊന്ന് പേഷ്യൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം. അപ്പോൾ തന്നെ അതാ ഡോക്ടർ അങ്ങോട്ട് ചെന്നു. നവാസ് അവളുടെ കൂടെ ബെഡിലിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഐഷുമ്മ കണ്ടത്. മാഷാ അല്ലാ, പഠിച്ചോനെ, ഇങ്ങനെ സന്തോഷത്തിലാണ് എന്തോരൊരു മട്ടുണ്ടേനു ഇത്. എന്നാൽ ഡോക്ടർ സൗദ, നവാസ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇരുന്നോളൂ, കുഴപ്പമില്ല. സൗദ,
സൗദ, ആ സൗദ, സൗദ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എനിക്ക് പേടിയാ. സൗദ, എന്തിനു പേടിക്കുന്നു? നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഫാമിലീസ് ഇവിടെയുണ്ട്. നിന്റെ ഭർത്താവുണ്ട്, നിന്റെ ഉമ്മയുണ്ട്, നിന്റെ മോനുണ്ട്, നിന്റെ ഭർത്താവിൻ്റെ അനിയനുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്. എല്ലാവരും ഉള്ള ഈ ഒരു കുടുംബത്തിൻ്റെ ഇടയിലാണ് മോള് നിൽക്കുന്നത്. മോളെ, നിനക്ക് എത്രമാത്രം സ്നേഹമുള്ള കുടുംബമാണ് കിട്ടിയിരിക്കുന്നത്. മോളെ സൗദ, നീ ഒന്ന് മനസ്സിലാക്ക്. നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഇവരൊക്കെ, അത്രക്കും സ്നേഹിക്കുന്ന അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഓർത്തെടുക്ക് അവരെ. ഇത് ഐഷുമ്മ അല്ലേ പേര്? ഉമ്മ? അതെ, ഐഷുമ്മ. ഐഷുമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നാണ് മോളെ സൗദ. എന്നാൽ സൗദ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പഴയ പോലെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല പകരം ചെയ്യുന്നത്. അവൾക്ക് എന്തൊക്കെയോ പറയുവാനുണ്ട്, എന്തൊക്കെയോ അറിയുവാനൊക്കെയോ ഉണ്ട്. കണ്ണുകൾ നിറയുന്ന പോലെയൊക്കെ. മോളെ, ഐഷുമ്മ സൗദിയെ ചേർത്ത് പിടിച്ചു. മോളെ, എന്താ മോളെ, ഉമ്മാനോട് ഒന്ന് മിണ്ടിയൊക്കെ. ഞാൻ മോളെ അറിയില്ലേ, മോളുടെ അടുത്തേക്ക് ഞാൻ വന്നിരുന്നല്ലോ. മോൾ ഓർക്കണില്ലേ അതൊന്നും? പെട്ടെന്ന് നവാസിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. മോളെ, മോളെ സൗദ, അങ്ങോട്ട് നോക്കടി, ഉമ്മാൻ്റെ കുട്ടിയല്ലത്, ഇങ്ങോട്ട് നോക്കിക്കാണി. ഒന്ന് നോക്കിക്കാണിടി, എന്നെ നോക്കി ചിരിക്കണ കുട്ടി. എന്താ എനിക്ക് ഒന്ന് പറഞ്ഞോക്കെ, നോക്ക്, എൻ്റെ കുട്ടിയാണത്, മോനെ നോക്ക്. ഈ പാവാണ് ഇപ്പം നുസിയാണ് നോക്കണത് അതിനെ. ഒന്ന് നോക്കിക്കാളാ. ഈ എൻ്റെ ഉമ്മല്ലേ, പെറ്റ ഉമ്മല്ലേ? സ്നേഹത്തോടെ ഐഷും അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ നവാസിന് വല്ലാത്ത സ്നേഹം തോന്നി സൗദയോട്. എന്നാൽ ഉമ്മ പറഞ്ഞു, മോനെ നവാസേ, മോനെ ഡോക്ടർ ഒന്ന് വിളിക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം. അങ്ങനെ അതാ നവാസ് ഡോക്ടറുടെ അടുത്തേക്കെത്തി. നവാസ് ഭർത്താവാണല്ലേ? അതെ. പിന്നെ സൗദിയുടെ കാര്യത്തിൽ എന്തൊക്കെയൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. പിന്നെ പൊതുവേ നല്ലൊരു ഡോസൊക്കെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരമാവധി അവളെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി അവൾക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളത്. ശരിക്കും ഇത്രയും സ്നേഹമുള്ളൊരു ഫാമിലിയിൽ നിന്ന് അവൾക്ക് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. അതായത് ഒന്നുമല്ല, ഇത്രയും കെയർ ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് ഇവൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ളൊരു സിറ്റുവേഷൻസ് വന്നത് എന്നാണ്. ഒന്നാമത് അതല്ല, എങ്ങനെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അല്ല, അവൾ അവിടെയായിരുന്നു, അവളുടെ ഫാമിലിയിൽ നിന്ന്. ഓ അല്ല, അവളുടെ ഉമ്മയൊക്കെ ആളെങ്ങനെ? അത് ചില സമയത്ത് ഓക്കെ. എന്തായാലും അവരെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും മിക്കവാറും. കാരണം ഏത് മെഡിസിൻസാണ് അവർ കൊടുത്തതെന്ന് അറിയണമല്ലോ. എന്നാൽ നജീബ് സാറ് ഷമ്മാസിനെ വിളിച്ചു. ഹലോ, എന്താടാ കാര്യങ്ങളൊക്കെ? അതെ സർ, പിന്നെ ഇവർക്ക് മെഡിസിൻസ് കൊടുത്ത ആളെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണം, ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ നേരിട്ട് തന്നെ. അല്ലാതെ അവർക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് കേട്ടപ്പോൾ ഷമ്മാസ് തന്നെ വിചാരിച്ചു, മിക്കവാറും അവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരേണ്ടി വരും, കസ്റ്റഡിയിൽ നിന്നെടുത്ത്. എന്നാൽ ഷമ്മാസ് കാര്യം നവാസിനോട് പറയുന്നു. പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഏത് മെഡിസിൻസാണ് കൊടുത്തതെന്നുള്ളത് അവരെ വീട്ടിൽ നിന്നല്ലേ, അപ്പോൾ ഏത് മെഡിസിൻസാണ് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നിമിഷം തന്നെ ഷഹർബാനും നജീബും സ്റ്റേഷനിലേക്ക് ലോക്കപ്പ് തുറക്കുകയാണ്. സാറേ, എന്താ സാറേ? കുഞ്ഞിക്കതിയ, നിങ്ങളോട് അല്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതായത് ഡോക്ടറാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്തോ മെഡിസിൻസ് കൊടുത്തിട്ടിരുന്നോ അവർക്ക്? മെഡിസിനോ? എന്തൊക്കെയാണ് നിങ്ങളീ പറയണത്? നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരെ പറ്റി പറയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പം എങ്ങനെ? എന്തിപ്പോൾ ഒരാളെ മേത്ത് കണ്ടിടുക? ആരെങ്കിലും എന്തെങ്കിലും കുടിച്ചോന്ന് തിന്നതൊക്കെ എൻ്റെ മേത്തേക്ക് ഇടുക, അല്ലെങ്കിലും വീണ് കിടക്കണ മരത്തുമ്പോൾ പാഞ്ഞ് കയറുക എന്നൊക്കെ ഞാൻ കേട്ടേക്കണ. ഇപ്പോഴാണത്. ഞാൻ വീണെടുക്കണ മരമല്ലേ, നിങ്ങൾക്ക് പാഞ്ഞ് കയറിക്കൂട്. പോലീസിനായിട്ടും പട്ടാളത്തിനായിട്ടും ഡോക്ടറിനായിട്ടും അടക്കി എൻ്റെ മേത്ത് കൂടെ അങ്ങ് പാഞ്ഞാണ്ട് കയറിക്കൂടി. ഇന്ന് നിങ്ങൾക്ക് സമാധാനമാവും. വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പം ഇത്. സൈലൻറ്റ്. പതുക്കെ സംസാരിക്കുക. ഞാനെങ്ങനെ പതുക്കെ സംസാരിക്കേണ്ട? തൊണ്ടക്കാക പറ്റിക്കണ് വർത്താനം പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാണല്ലോ. വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പം ഇത് കാട്ടിക്കൂട്ടിയത്. സൈലൻറ്റ് പ്ലീസ്. പതുക്കെ സംസാരിച്ചാൽ മതി. കുഞ്ഞിക്കതിയാ,
നിങ്ങൾ ഏത് മെഡിസിനാണ് കൊടുത്തത്? ഏ ഞാനും അവൾക്ക് തലവേദനയപ്പോൾ കുറച്ച് ടൈഗർ ബാം എടുത്ത് പുരട്ടി കൊടുത്തിനു. ഓഹോ, അകത്തേക്ക് അകത്തേക്ക് എന്ത് പഞ്ചപരിസ് പാരസെറ്റാമോളും കൊടുത്തിനു, അല്ലാപ്പം എന്താ? ഓഹോ, അങ്ങനെ. വേറെ മെഡിസിൻസ് ഒന്നും? വേറെ എന്ത് കൊടുക്കാനാ? സ്വന്തം കുട്ടികൾക്ക് ആരെയും എന്തെങ്കിലും കൊടുക്കുവോ? അല്ലാത്തൊരു പുതുമന്നപ്പത്. ഇങ്ങനെ ഒരു ഉമ്മാക്കും ഒരു ഗതി ഉണ്ടാവില്ല. എന്നാൽ ഷെഹർബാൻ പറഞ്ഞു, ഒരു ഉമ്മയും ഇങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ ചെയ്ത ഉമ്മാർക്കാണ് ഈ ഒരു ഗതി ഉണ്ടാകുക. എന്തിനാണ് വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്തത് ചെയ്തത്? അതെ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ഈ ദുനിയാവിൽ നിന്ന് ആണെങ്കിലും ഓക്കെ, ഈ ദുനിയാവിലാണെങ്കിലും അതിൻ്റെ പ്രതിഫലം കണ്ടിട്ട് പോവുള്ളല്ലോ എല്ലാവരും. ഒരാൾ ഉപദ്രവിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും എന്തായാലും വൈകാതെ ഇവിടുന്ന് കിട്ടും ശിക്ഷ. ഇനിയിപ്പോൾ എത്രയൊക്കെ തന്നെ നിങ്ങൾ ഒളിച്ച് വെക്കാൻ ശ്രമിച്ചാലും അതിൻ്റെയൊക്കെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ റബ്ബേ. കുഞ്ഞിക്കതിയാ വണ്ടിയിൽ കയറ്. ശരിക്കും കുഞ്ഞിക്കതി ഞെട്ടി. സർ, ഷെഹർബാൻ വിളിച്ചു. സൗദിയെ മെഡിസിൻ കൊടുത്ത് ഒരു പക്ഷേ അവർ മാത്രമായിരിക്കുമോ? രണ്ടാൾ കൂടെ ആയിരിക്കും ഒരു പക്ഷേ. എന്തായാലും മറ്റവളെ കൂടെ ഹസീനയെയോ? ഹസീന നേരെ അതാ ഹസീനയുടെ ആ റൂമിലേക്ക് പോകുന്നു. ഹസീന പറയൂ, സൗദക്ക് മെഡിസിൻ കൊടുത്തതാരാ? മെഡിസിനോ? അത് ഉമ്മയായിരിക്കും, ഞാനല്ല. ഓഹോ, എന്നാൽ അതാ കുഞ്ഞിക്കതിയോട് നേരെ ചിരിച്ചു ചോദിക്കുന്നു, ആരാണ് സൗദക്ക് മെഡിസിൻ കൊടുത്തത്? ഞാൻ കൊടുത്തിട്ടില്ല, ഹസീന കൊടുത്തേക്കണ ഞാൻ കണ്ടിട്ടുമില്ല. ഓഹോ, ഓക്കെ. രണ്ടുപേരും വരൂ, രണ്ടുപേരും ജീപ്പിൽ കയറ്. അങ്ങനെ ഏതാ അവരെ രണ്ടുപേരെയും ജീപ്പിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കുന്നു. ഇനി എവിടുക്കാണ് സാറേ, പൊന്നാര സാറേ കൊണ്ടുപോണത്? അതെ, ജയിലിലേക്ക്. അല്ല എന്താ സാറ്? അല്പം ദേഷ്യത്തോടെയാണത് പറഞ്ഞത്. നിങ്ങൾ എന്തിനു വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? ഒരു മനുഷ്യൻ ശരിക്കും ജീവിക്കുന്നത് പലർക്കും പറ്റൂല. അസൂയ അല്ലേ? അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും, പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളുടെ ഇടയിലാണല്ലോ ഈ കണ്ടതൊക്കെ. ആണുങ്ങൾ എത്രയോ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഇത്രയും കാണില്ല. ഈ പെണ്ണുങ്ങൾക്കാണ് ഇത്രയും കൂടുതൽ അസൂയയും കുശുമ്പൊക്കെ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് അവളെ നിങ്ങൾ ഈ മെഡിസിനും അതും കൊടുക്കുന്നത്? സാറേ, ഞാനല്ല സാറേ. കുഞ്ഞിക്കതിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഷട്ട് യുവർ മൗത്ത്സ്. ആവശ്യമില്ലത് മോങ്ങരുത്. എന്നാൽ ഹസീന, സാറേ ഞാനും അല്ല, ഞാൻ കണ്ടിട്ടില്ല, ഉമ്മയായിരിക്കും. രണ്ടും കണക്കാണ്. ഒന്ന് സൗദിയുടെ അനിയത്തി, ഒന്ന് ഉമ്മ. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ സ്വഭാവമായ സ്ഥിതിക്ക് നിങ്ങൾ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒക്കൂല. അതുകൊണ്ട് തന്നെ നേരിട്ടങ്ങ് തെളിവെടുപ്പ് നടത്താം, അതായിരിക്കും നല്ലത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാകുമ്പോൾ അല്പം വൈകി നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ ഇത് അത്യാവശ്യം കേസ് ഉണ്ടായത് കൊണ്ടും പെട്ടെന്ന് മെഡിസിൻസിൽ ഒരു ക്രമക്കേട് കണ്ടതുകൊണ്ടും പെട്ടെന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മെഡിസിൻസ്, അതിനെ പ്രതിരോധിക്കാനുള്ള മെഡിസിൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതാ അവർ നേരെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവർ രണ്ടുപേരെയും. എന്നാൽ ഷെഹർബാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തി കാട്ടിക്കൂട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ തന്നെ ഇടങ്ങാറാകുന്നേ. എത്ര ദിവസമായി നിങ്ങളിവിടെ? പിന്നെ നിങ്ങൾക്കിപ്പോൾ അത് അനുഭവിക്കാൻ കൂടിയോ? എന്താ നിങ്ങളുടെയൊക്കെ പ്ലാനിങ്? ഏതായാലും പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ കേട്ടിക്കണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ളത് ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റായ രീതിയിൽ ഇത് പേരിനൊത്തത്. ഏതായാലും ബെസ്റ്റ്. സ്വന്തം കുടുംബക്കാരെങ്ങനെ പാര വെക്കാൻ നിന്നാൽ എന്താ നിങ്ങളുടെ അവസ്ഥ? സ്വന്തം കുടുംബക്കാരെ ഇത്രയധികം മോശമായ പ്രവൃത്തിയിലേക്ക് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? മെഡിസിൻ കൊടുത്ത് ബോധം കെടുത്തുക, തളർത്തുക. അങ്ങനൊന്നുമില്ല, ഞാനല്ല, ഇവളായിരിക്കും. ശരിക്കും ഹസീനയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഉമ്മ നിങ്ങൾ നുണറുണ്ടോ? നിങ്ങൾ തന്നെ ആയിരിക്കും കൊടുത്തത്. എനിക്കറിയാം, നിങ്ങൾ അറിയിട്ടൊന്നുമല്ല. അതെ, നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് തല്ലുകൂടുന്നുണ്ട്. ഒരാൾ പറയും ഉമ്മയാണെന്ന്, ഉമ്മ പറയും മോളാണെന്ന്. രണ്ടും ബെസ്റ്റ് തന്നെ. എന്തായാലും തള്ളക്കനുസരിച്ചൊരു മകളെയും കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ അത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നജീബ് സാർ പോലീസ് കാർ ഓടിക്കുന്നു. ഷെഹർബാൻ തൊട്ടടുത്തായിട്ടും. അതെ, അവർ വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്ക് കൈകളൊക്കെ ബന്ധിച്ചിട്ടില്ലേ? അതെ സർ. കാരണം അവരൊന്നും വിശ്വസിക്കാൻ പറ്റാത്തവരാണ്, ഒന്നും മടിക്കാത്തവരാണ് അവർ. കുഞ്ഞിക്കതിയാ, പിന്നെ അപ്പുറത്തേക്ക് ചാടാനും നിൽക്കല്ലേ,
ചാടി പരിക്കേറ്റെന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഫുൾ കവറിങ് വാഹനം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ അത്രയങ്ങ് സുഖിപ്പിക്കണ്ടല്ലോ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തതല്ലേ, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ പലതും കാട്ടിക്കൂട്ടിയതല്ലേ. അപ്പം അത്ര അങ്ങ് സുഖം തന്നു കഴിഞ്ഞാലേ നിങ്ങൾ പോലീസിലും ജയിലിലും നല്ല സുഖമാണെന്ന് കരുതി നാളെ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ ജീപ്പ് തന്നെ മതി എന്ന് ഞാൻ സാറിനോട് പറഞ്ഞത്. ഹസീന, എന്ത് നിനക്ക് മിണ്ടാട്ടല്ലേ? എന്താ ഭയക്കുന്നത്? ഒന്നുമില്ല. എന്താ എന്തൊക്കെയോ കള്ളത്തിന് നിങ്ങൾ ഇനിയും പൊളിയാണ്ട് കേട്ടോ. 19 ലക്ഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തത്. പക്ഷേ അത് കണ്ടാൽ പോരാ, ഇതിൻ്റെതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുകയും വേണം. മനസ്സിലായല്ലോ? എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിയാതെ വിടില്ല. അങ്ങനെ അത് അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലെത്തി. ഷമ്മാസിനെ നജീബ് വിളിച്ചു. ഹലോ ഷമ്മാസ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. എന്നാൽ അതാ ഹസീനയും ഉമ്മയും ജീപ്പിൽ നിന്നിറങ്ങി. ഹസീന തട്ടം മുഖത്തൂടെ ഇട്ടു. കുഞ്ഞിക്കതിയും, എന്തിനാ നിങ്ങൾ മുഖത്തൂടെ തട്ടിടണത്? കുറ്റവാളികളല്ലേ തട്ടം മുഖത്തൂടെ ഇടുക. അപ്പം നിങ്ങൾ കുറ്റവാളികളാണല്ലേ? സാറേ, ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ പിടിക്കുമല്ലോ, അവരൊക്കെ നോക്കുന്നുണ്ടല്ലോ ഓരോ മാധ്യമപ്രവർത്തകരൊക്കെ. അതെ, ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാലും ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും മാധ്യമത്തിൽ എല്ലാത്തിലും വരും. ഇതിന് ചുരുളഴിയുമ്പോൾ കാണാം. സ്വന്തം മകളെ കൊല്ലാൻ ശ്രമിച്ചു, സ്വന്തം മകളെ ഉപദ്രവിച്ചു, പെറ്റുമ്മക്ക് ഇത്രയും കടുങ്കൈ ചെയ്യാനാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ഹെഡ്ലൈനായിട്ട് ഇങ്ങനെ വരും. നോക്കിക്കോളൂ, ന്യൂസ് പേപ്പറിലും ടി വിയിലും ചാനലുകളിലൊക്കെ ഇഷ്ടം പോലെ വരും. അപ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം എന്ത്? അതെ, ഈ ഒരു തെറ്റ് ഒരു പക്ഷേ നാളെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ നാണക്കേടാവില്ലേ? ഇതുകൊണ്ട് എനിക്ക് താൽക്കാലിക സുഖമല്ലേ ലഭിക്കുന്നത്? എനിക്ക് ഇതുകൊണ്ട് ഒരിക്കൽ പോലും എന്നൊക്കെയുള്ളതാവില്ലല്ലോ. ഇതൊക്കെ ഒരു വെറും നമ്മൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ വെറും താൽക്കാലികം മാത്രമായിരിക്കും, അല്ലാതെ ഒരിക്കൽ പോലും സ്ഥിരമായിട്ടുള്ളതാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഓർക്കണം ഇപ്പം എന്തായി. സ്വന്തം മകളെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കാട്ടിക്കൂട്ടി എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് കാണാം. കുഞ്ഞിക്കഥ പറഞ്ഞു, ഓള് ബോധം തെളിഞ്ഞിട്ട് പറയില്ല. അതെ, അവൾ ബോധം തെളിഞ്ഞിട്ട് എല്ലാം മണിയായി അവളെ കൊണ്ട് പറയിപ്പിക്കണം. എന്നാൽ കുഞ്ഞിക്കഥയെ മനസ്സിൽ പറഞ്ഞു, ഓള് ബോധം തെളിയല്ലേ, അഞ്ചാതി മരുന്നാണ് ഓള് കുടിച്ചിരിക്കണം, കുന്തം തെളിയോളും എന്താന്നില്ലേ. എന്നാൽ അങ്ങനെയതാ അവർ ജീപ്പിൽ നിന്നിറങ്ങി. ഷമ്മാസ് അവരെ കണ്ടപ്പോൾ ഷമ്മാസിന് വെറുപ്പാണ് തോന്നിയത്. ആ കുഞ്ഞിക്കതിയുടെ മുഖവും ഹസീന എന്ന ചതിയത്തിയുടെ മുഖമൊക്കെ കണ്ടപ്പോൾ. പക്ഷേ തൻ്റെ മരുമകൻ അവിടെ ഉള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അത് കുഞ്ഞിക്കതിയെയും ഹസീനയെയും ഒരു റൂമിലേക്ക് ഹാജരാക്കി. പലരും ചോദിച്ചു, എന്താ പ്രശ്നം, കയ്യിൽ അമ്മ വെച്ചാണല്ലോ കൊണ്ടുവരുന്നത്? എന്തോ കള്ളത്തിയാളായിരിക്കും, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടായിരിക്കും, പറയാൻ പറ്റൂലല്ലോ. ഇപ്പോൾ പെണ്ണുങ്ങളല്ലേ കാര്യമായിട്ട് ഇങ്ങനത്തൊക്കെ ചെയ്യുന്നത്, ആണുങ്ങളെക്കാൾ ഒരു പടി മുമ്പിൽ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ തന്നെയായാലും വേണ്ടിയില്ല, നോക്കാം. അങ്ങനെ പലരും അത് നോക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അതാ അപ്പോൾ തന്നെ നവാസിനെ വിളിക്കുന്നു ഷമ്മാസ്. നവാസ്, ഇവിടെ വരൂ. അവർ വന്നിട്ടുണ്ട്. ആര്? അതെ, നിൻ്റെ അമ്മായിമ്മയും ഇളച്ചിയും. ഷമ്മാസ് പ്ലീസ്, അത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മായിമ്മ ആകാൻ പറ്റിയൊരു സാധനം, എന്താ സാധനങ്ങളെന്നോ, അവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഏതാ അവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക്. അങ്ങനെ നവാസ് അങ്ങോട്ട് എത്തി. ഷമ്മാസും നവാസും അതുപോലെ ഡോക്ടറും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. എന്നാൽ ഡോക്ടർ ചോദിച്ചു, മാഡം, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്ത് മെഡിസിൻസാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഡോക്ടർ അല്പം ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് ചോദിച്ചത്. പറയൂ, ഏത് മെഡിസിൻസാണ്? ഏത് മെഡിസിന്? പാരസെറ്റാമോൾ, ഇക്കാരം പനിച്ചീനോൾക്ക്. അല്ലാതെ പിന്നെ ഞാൻ പെറ്റ തള്ളാർ കണ്ണി കണ്ട മരുന്നും വാങ്ങിക്കൊടുക്കുക കുട്ടികൾക്ക് ഇല്ലല്ലോ. പാരസെറ്റാമോൾ കൊടുത്തീനു, പിന്നെ കുറച്ച് ടൈഗർ ബാം നെറ്റിമേലും പെരട്ടി കൊടുത്തീനു. അത് എനിക്ക് ഓർമ്മയുള്ളൂ, അല്ല ഞാൻ കൊടുത്തിട്ടില്ല, ഇവളെങ്ങാനും കൊടുത്തിക്കണമെന്നാവും. ഹസീനയുടെ അടുത്തേക്ക് ഡോക്ടർ ചോദിച്ചു. നോക്കൂ, നിങ്ങളോ എന്തെങ്കിലും മെഡിസിൻസ്? എന്ത് നിങ്ങളീ പറയണുമ്മ? ഉമ്മണ് ആന കള്ളത്തി, ഉമ്മണ് എന്നെ ഓരോന്ന് പഠിപ്പിച്ചിരുന്നത്. ഉമ്മ കണ്ടില്ലേ ഇപ്പം എൻ്റെ നേർക്കാടുന്നത്? എന്താ എൻ്റെ പെണ്ണ, ഞാനങ്ങനെ ചെയ്യും എൻ്റെ മോളെ. ഉമ്മ
നിങ്ങൾ ചെയ്യില്ലല്ലേ? നിങ്ങളല്ലേ താത്താനെ ഉപദ്രവിക്കാൻ ഇതിനൊക്കെ പ്ലാനൊക്കെ ചെയ്ത് എനിക്ക് പറഞ്ഞതൊക്കെ? വാതിൽ വായ കെട്ടിയിട്ട് കയ്യും കാലും കെട്ടി വീട്ടിൽ പൂട്ടിയിട്ടതൊക്കെ? അതെ, ശരിക്കും ഹസീനയുടെ വായിൽ നിന്ന് തന്നെ അത് വന്നപ്പോൾ ഡോക്ടറും അവരെല്ലാവരും ഞെട്ടി. അപ്പോൾ ക്രിമിനൽസ് ഫാമിലിയാണല്ലേ? ഡോക്ടറുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ നജീബ് സാറും അതാ ഷഹർബാനും പറഞ്ഞു, സർ, ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും ചുരുളഴിയാത്തതുണ്ട്. ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെഡിസിൻസിൻ്റെ കാര്യം ചോദിച്ചു നോക്കുക. ഒരുപാട് കളവ് പറയും. ഒരുപാട് കളവ് പറഞ്ഞ് അതിലൊരു അംശം സത്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അവരൊരു ഒരു സത്യം പറയണമെന്നുണ്ടെങ്കിൽ 10 കളവ് എക്സ്ട്രാ നല്ലോണം പറഞ്ഞിട്ട് അവർ അല്പം പറയുള്ളൂ. ഞങ്ങൾ സാറേ കുറേ ലോക്കപ്പിലിട്ട് പൂശിയതാ. ഇവറ്റകൾക്ക് ഇരുമ്പിൻ്റെ മനസ്സാണ്. അത്രക്കും അലിവില്ലാത്തൊരു ഹൃദയങ്ങൾ. കല്ലാണ് അവരുടെ മനസ്സ്, കല്ല്. എന്നാൽ അവരുടെ സംസാരമൊന്നും നവാസിനെ കേൾക്കാൻ കഴിഞ്ഞില്ല. ഷമ്മാസിനെ ഏൽപ്പിച്ചു. ഷമ്മാസ്, നീ നോക്ക്, എനിക്ക് കേൾക്കണ്ട അവരുടെ സംസാരം. അങ്ങനെ അതാ നവാസ് നേരെ റൂമിലേക്ക് തന്നെ പോയി. എന്നാൽ ഷമ്മാസിൻ്റെയും പോലീസിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് അവർ പറയുന്നു, പൊന്നു സാറേ, ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ അവരുടെ നുണ കേൾക്കാൻ കഴിയാതെ അതാ നമ്മുടെ നവാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ആവൂല, അവരത്രക്കും മോശം പ്രവൃത്തി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. ഷമ്മാസിനോട് ആ കാര്യം നോക്കുവാൻ വേണ്ടി, മാനേജ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. ഡോക്ടർ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. ഡോക്ടർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഏത് മെഡിസിൻസാണ് കൊടുത്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനൊരിക്കലും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആളല്ല. അതായത് എൻ്റെ പേഷ്യൻറ്റിന് അതിനൊരു മറുമരുന്ന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഡോസുള്ള മരുന്ന് കിട്ടിയത്? ഞങ്ങൾ പാരസെറ്റാമോൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, പാരസെറ്റാമോൾ ഏതാണ് നിങ്ങൾ കൊടുത്തത്? 650, 250, 500? അത് ഒരു ചോന്ന ഗുളികയായിരുന്നു കൊടുത്തത്. പാരസെറ്റാമോൾ ചോന്നതല്ലേ? ശരിക്കും ഡോക്ടർക്ക് അത് കേട്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി. എവിടെ നിന്ന് നിങ്ങൾക്ക് മെഡിസിൻ കിട്ടിയത് പാരസെറ്റാമോൾ? അത് സാറേ, അത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ നമ്മുടെ ഷഹർബാൻ നേരെ കുഞ്ഞിക്കതിയുടെ നേരെ ചെന്നു. പറയണം, കുഞ്ഞിക്കതിയെ പറയണം, അറിയാം നിങ്ങൾ തന്നെയാണ് കൊടുത്തത്. അവിടെ വേറെ ആരും മെഡിസിൻ വന്ന് കൊടുക്കാനില്ല. സത്യം പറ. കുഞ്ഞിക്കതിയെ സത്യം പറഞ്ഞേ തീരോ? പറയടി ഹസീന. ഹസീനയുടെ ചുണ്ടുകൾ രണ്ടും കോടിച്ചു പിടിച്ചു. അതാ ഷഹർബാൻ, ഞാൻ അതിനുള്ളല്ല, അത് ഉറക്ക ഗുളി കൊടുത്തതാണ്. അങ്ങനെ വരട്ടെ. നിന്നെ പോലീസിൻ്റെ 2 അടിയും 2 നുള്ളിലും കിട്ടുമ്പോഴാണ് നീ പറയുന്നത്. അല്ല ഡോക്ടറും വേറെ ആരും ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ. എന്നെ ഉപദ്രവിക്കല്ലേ, അത് ഉറക്ക ഗുളിക. ആ ഡോക്ടറെ ഓള് പിരാന്ത് കാട്ടിട്ട് ഉറക്ക ഗുളിക കൊടുത്താണ്, വേറെ ഒന്നുമല്ല. മനുഷ്യന്മാരെ കാട്ടണേ, ഞങ്ങളെ നല്ലോണം ഓള് കാട്ടണം വൈത്തല വണ്ടിക്കാണ്ട്. അപ്പം അതിനും വേണ്ടിയിട്ടാണ്. അല്ല അപ്പം ഞങ്ങൾ ഒരിക്കൽ പോലും, നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ, ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓൾക്ക് ഉറക്കില്ലായിട്ട് പെരപരാന്തരം വണ്ടി ആൾക്കാരെ കാട്ട നടക്കേനോ, അങ്ങനെ കൊടുത്തതാണ്. പെട്ടെന്ന് ഡോക്ടർ, ഞാൻ എന്ത് വിശ്വസിക്കുക? അവർക്കെന്താ മാനസിക വല്ലതുണ്ടോ? ആ ഒരു ചോദ്യത്തിന് മുന്നേ, ആ സാറേ മാനസികം ഉണ്ടേ, മൂച്ചി പിരാന്തല്ലേനോ ഓൾക്ക്, എല്ലാവരും നടന്ന് കാട്ടല്ലേനോ, അത് അറിയായിട്ടാണ് നിങ്ങൾക്ക്. കുറേ ഞങ്ങൾ കുടുങ്ങിക്കണം എൻ്റെ പൊന്നാര ഡോക്ടർ, നിങ്ങളോട് പറയാൻ. ഏതായാലും ഉറക്കഗുളിക കൊടുന്ന് പിടിച്ച ഉറക്കഗുളിക നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് ഉറക്കഗുളിക ഇപ്പം ഞാൻ ആരോടൊന്ന് കൊണ്ടിപ്പിച്ച്, മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടാനില്ലേനു, പിന്നെ എവിടെ നിന്നൊക്കെ വരുത്തിച്ച് കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പല ആളുകളോടിട്ട് ബന്ധപ്പെടുന്നുണ്ടല്ലോ. പൊന്നാര സാറേ, പെമ്മക്കും കുട്ടികൾക്കും ബെജ്ജാഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ കാട്ടുക? നമ്മളെ മഴ കാട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ഞങ്ങളെ അവസ്ഥ അറിയായിട്ടാണ്. എൻ്റെ റബ്ബേ, എൻ്റെ ഡോക്ടറെ, പൊന്നാര ഡോക്ടറെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യമ്മത്ത് 2 വളയാണ് അത് കൊടുത്തത് ഞാൻ ഓൾക്കും വേണ്ടി. ഓൾ ആശുപത്രി ചിലവിന്, ഓൾ വലിയൊരു ആശുപത്രി ബില്ല് കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് ഓലാണ് പോയി. പിന്നെ ആശുപത്രിൻ്റെ മുഴുവൻ ചിലവും ഞാൻ തന്നെയാണ് വഹിച്ചത്. എൻ്റെ കൈമത്തെ വള 2 കുറഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറ്. ഞാനിങ്ങനെ എണ്ണി കൊത്തിരിക്കണ വളയിനത്. ഏതായാലും എന്നാൽ ഡോക്ടർ പറഞ്ഞു, ആ കാര്യമൊന്നും ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ ഏതാണ് മെഡിസിൻസ് കൊടുത്തതെന്നുള്ളതിന് ഡീറ്റെയിൽസ് കിട്ടിയ സംഭവം എളുപ്പമായിരിക്കും. അല്ല, നിങ്ങളുടെ മകളിങ്ങനെ ഓർമ്മയില്ലാത്ത രീതിയിൽ ജീവിക്കാനാണോ ഇഷ്ടം? അവരുടെ ഒരു കോമ സ്റ്റേജിൽ അവളുടെ ജീവിതം തള്ളി നീക്കുന്നതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ സന്തോഷത്തോടു കൂടി സുഖത്തോടു കൂടി ജീവിക്കുന്ന ഇഷ്ടമല്ലേ? ഡോക്ടറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും കുഞ്ഞിക്കതിയെ പെട്ടു.
അപ്പോൾ നിങ്ങൾ ഈ കുട്ടിക്ക് കൊടുത്ത മെഡിസിൻസ് വളരെയധികം ഡേഞ്ചർ മെഡിസിൻസാണ്. നിങ്ങൾ പറഞ്ഞ ആ ഒരു ഓറഞ്ച് ഗുളികയുടെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സാധാരണ മെഡിക്കൽ ഷോപ്പിലൊന്നും അത് കിട്ടില്ല. അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. നിങ്ങൾ എത്ര ക്യാഷ് കൊടുത്തതിന് അതും കൂടെ പറ. സാറേ, അത് ഒരു ഗുളികക്ക് 2000 ഉറുപ്പ്യൊക്കെ വരും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒരു പാരസെറ്റമോളെന്ന് പറഞ്ഞതോ, അതിന് വെറും കുറഞ്ഞ രൂപയേ ആവുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് ഈ 2000 രൂപ കൊണ്ട് ഈ ഓരോ മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു പവർ എന്താ? നിങ്ങൾ ഒരിക്കൽ പോലും അവൾ മിണ്ടരുത്, എണീക്കരുത്, തളർന്ന് കിടക്കണം എന്നുള്ള രീതിയിലല്ലേ അങ്ങനെ ചെയ്തത്? സത്യം പറയണം. പല ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓരോ പണത്തിന് വേണ്ടി കളിക്കുക. അസുഖം മാറണം എന്നുള്ള രീതിയിലുള്ളവർക്കല്ല. സത്യം പറയണം, അത്രയും മെഡിസിൻസ് ഒക്കെ വാങ്ങാനുള്ള എന്നാൽ ഷമ്മാസിനെ ഒരു ദുരൂഹത തോന്നി. ഇത്രയധികം ക്യാഷ് ഒരു മെഡിസിനൊക്കെ 2000 രൂപയുടെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരു 3-4 ഡോസ് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ആയല്ലോ. ഇതിനൊക്കെ ഇപ്പോൾ ഇവർക്കിപ്പോൾ ഇവിടുന്ന ക്യാഷ് എന്നുള്ള രീതിയിലായി ഷമ്മാസിൻ്റെ ചിന്തകൾ. എന്നാൽ ഷമ്മാസ് ചിന്തിച്ചതുപോലെ തന്നെ നജീബ് ചോദിച്ചു, അല്ല കുഞ്ഞിക്കഥ, നിങ്ങൾക്കതിന് എവിടുന്ന ക്യാഷ്? നിങ്ങളുടെ വീട്ടിലുള്ള ക്യാഷ് എവിടെ നിന്ന് വരുന്നു? അതൊക്കെ ഞാൻ തണ്ടി തിരിഞ്ഞ് ഉണ്ടാക്കിയതാണ്. എൻ്റെ വള വിറ്റ പൈസ കുറച്ച് ബാക്കിയുണ്ടേനു. പൈസ എങ്ങനെ കിട്ടി? പറന്നു വന്നാണോ? ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ നജീബ് സാറ് ആ ചോദിച്ചപ്പോൾ കുഞ്ഞിക്കഥ അല്പം ഭയന്നു. അത് ഒരു കൂട്ടി ഉണ്ടാണ് വള വിറ്റ പൈസയാണ് ഇപ്പോൾ അവിടെ ബില്ലെടുത്ത് കൊടുന്നിക്കണത്. 10,55,000 ഉറുപ്പ്യ. 10,55,000, 55 ലക്ഷമാണ് അത്. മനസ്സിലായോ? അതിപ്പോൾ അപ്പോൾ അത്രയധികം ഗോൾഡ് നിങ്ങൾക്കുണ്ടോ? അതൊന്നും എനിക്ക് അറിയില്ല റബ്ബേ. കുഞ്ഞിക്കഥയാ, നിങ്ങൾക്ക് അഴിയെണ്ണ സമയമായിട്ടുണ്ട്. മതി അഭിനയങ്ങളൊക്കെ നിർത്തിയേക്കൂ. ഇനി എല്ലാം തുറന്നു പറഞ്ഞോളൂ. ഇനി നിങ്ങൾക്ക് ജാമ്യമില്ലാത്ത കേസാണ്. കാരണം ഒരു കുട്ടിയെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, കുട്ടിയെ കോമാ സ്റ്റേജിലാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ആളെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാതെ അവളെ എന്നും കാലാകാലം ഉറങ്ങി ഓർമ്മകൾ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെഡിസിൻസാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അവൾ പറഞ്ഞ അനുസരിച്ച് ഉള്ള ആ ഒരു മെഡിസിൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു ഡോക്ടർ. ഇത് സാധാരണ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒന്നല്ല. ഇത് പല രീതിയിലും മെഡിസിൻസ് കമ്പനിക്കാരുമായിട്ട് നേരിട്ട് പോയിട്ടൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ തന്നെ. എന്തിനാണിതൊക്കെ? സ്വന്തം മകളെ കൊല്ലാൻ അല്പം വിഷാണ്ട് കൊടുത്താൽ പോരെ? ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ട് കുഞ്ഞിക്കഥ ഒന്ന് ഞെട്ടി. പൊന്നാന ഡോക്ടർ, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ എൻ്റെ കുട്ടിയുടെ അസുഖം മാറാനേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചെയ്തല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തല്ലോ. അതിൻ്റെ പ്രതിഫലം കാണുന്നുണ്ടല്ലോ. അല്ല, വരൂ. അപ്പോൾ തന്നെ കുഞ്ഞിക്കഥയെയും ഹസീനയെയും സൗദ കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് സൗദയെ കാണണ്ടേ? സൗദയെ വേണ്ട, ഓള് ഞങ്ങളെ കാട്ടും. ബെസ്റ്റ്. നിങ്ങളുടെ മകൾ സൗദിയെ നിങ്ങൾക്ക് കാണണോ വേണ്ടേ? വേണ്ട, അതൊന്നും വേണ്ട. എനിക്ക് പേടിയാണ് സാറേ, അതൊന്നും വേണ്ട. ഓളെ കാണണ്ട. അതെന്താ അവളെ കാണണ്ടാന്ന്? അവളെ ഉപദ്രവിക്കും. എനിക്ക് പേടിയാണ് സാറേ. ഓഹോ, അങ്ങനെ അങ്ങ് പേടിയായാലോ? നിങ്ങൾ 2 പേരും ഒരുപക്ഷെ നേരിട്ട് കണ്ടാൽ സൗദയുടെ സംസാരശേഷി ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടും. ഓക്കെ. എന്നാൽ കുഞ്ഞിക്കഥയെയും ഹസീനയും മുഖത്തോട് മുഖം നോക്കി, വേണ്ടാന്ന് പറയുമ്മ, വേണ്ടാന്ന് പറയും. നമുക്ക് സ്റ്റേഷനിലേക്ക് പോയാലും വേണ്ടില്ല, ഓളെ കാണാ പറയും. എല്ലാ സത്യങ്ങളും പമ്പറന്നോട് തുറന്ന് പറയും. ഉമ്മ പറയും. ഇടി ഇജെന്നാണ് പറഞ്ഞൂട്. അവർ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. എന്നാൽ നജീബ് സാർ പറഞ്ഞു, നടക്കൂ, സൗദിയുടെ റൂമിലേക്ക് നടക്കൂ. സൗദിയെ നിങ്ങൾ ഏതോ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു അല്ലേ? നിങ്ങളെ വിചാരം അതൊന്നും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഏതായാലും ആ ഫായിസ് ചെക്കനെ പറഞ്ഞാൽ മതി. ചെക്കനെ അടിച്ചു കൊല്ലുക വേണ്ടത്. ചെക്കനോട് ഞാൻ പറഞ്ഞ ഒരാളോടൊന്നും പറയാനൊന്നും നിൽക്കണ്ട എന്നുള്ളത്. അതൊന്നും കണക്കിലാക്കാതെ തേണ്ടി ഓനെ കാട്ടിക്കൊടുക്കുക. ശരിക്കും ഫായിസിനെ കുഞ്ഞിക്കഥ പ്രാഗി പറയുന്നു. അതേ, നിങ്ങൾ എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്താലും ഒരു നാൾ പിടിയിലാകും. നിങ്ങൾക്ക് അറിയില്ലേ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അത് എന്ത് തെറ്റാണെങ്കിലും അത് പിടിക്കപ്പെടും. അത് നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും കാര്യമില്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം പിടിക്കപ്പെടും. നടക്ക്. പിന്നെ അങ്ങോട്ട് സൗദിയുടെ റൂമിലേക്ക്. സാറേ, ഞങ്ങളെ കൊണ്ടുപോകണ്ട, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം.
ഓളെ കാണന്നെ വേണ്ട, ഓളെ മുഖം തന്നെ കാണണ്ട. ഞങ്ങളെ കണ്ടാൽ ഓള് വെച്ചക്കൂലേ, ഞങ്ങളെ കൊല്ലും. അതുകൊണ്ടല്ലേ മയക്ക് ഗുളികയും അതൊക്കെ കൊടുത്തുകാണ്ട് ഓളെ ഞങ്ങൾ മയക്കെടുത്തത്. അല്ല ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയായിട്ടണേ, മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ, ജീവിക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ അവൾ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു. അല്ല എന്താ കാട്ടണ്? നല്ല ന്യായം, ബെസ്റ്റ് ന്യായം പറയുന്നു ഉമ്മ. ശരിക്കും ഡോക്ടർ തന്നെ ചിരിച്ചു. കൂടെ പോലീസും. ഷമ്മാസ് അതെല്ലാം കേട്ടു. പടച്ചോനെ, വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ ഇത്. എന്നാൽ അത് പോലീസ് പറയുന്നു, അതെ നടക്ക്, സൗദ എന്ന പേഷ്യൻ്റെ റൂമിലേക്ക് നടക്കണം രണ്ടുപേരും. സാറേ ഞങ്ങളില്ല. അതെന്താ, നിങ്ങൾക്ക് എന്താ അവളെ ഭയമാണോ? അവളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചോ? സത്യം പറയണം, എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞേ തീരോ സാറേ, അവളെ കാണണ്ട. അങ്ങനെ പറ്റില്ലല്ലോ. ഷഹർബാൻ പോലീസ് അതാ നമ്മുടെ കുഞ്ഞിക്കതിയുടെ ഡ്രസ്സ് പിടിച്ച് അവളുടെ മുടിക്കെട്ടിന് പിടിച്ച് വലിക്കുന്നു. നടക്കങ്ങോട്ട് സൗദയുടെ റൂമിലേക്ക്, ചോദിച്ചറിയണം എല്ലാം തെളിവ് സഹിതം. ആഹാ, നടക്കടി ഹസീന എന്ന് പറഞ്ഞ് അവളെയും പിടിച്ചു തള്ളുന്നു. എന്നാൽ അവർ പോകാൻ കൂട്ടക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ പോവില്ല, ഞങ്ങൾ പിടിച്ചു വലിച്ചാൽ ഞങ്ങൾ പോവില്ല, ഓളെ ഞങ്ങൾക്ക് കാണുന്നെ വേണ്ട, ഞങ്ങൾ കൊല്ലും. ഓഹോ, ഓക്കെ. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭയമാണോ? അതെ പൊന്നു സാറേ, നമുക്ക് സ്റ്റേഷനിൽ പോവുക, സ്റ്റേഷനിൽ പോയി ജയിലിൽ കിടന്നാലും വണ്ടിയില്ല, ഓളെ മുമ്പൊക്കെ ഞങ്ങളെ കൊണ്ടുപോയില്ലേ. ഇതാ കുറച്ച് വെള്ളം കുടിക്കൂ. വെള്ളമൊന്നും വേണ്ട. അങ്ങോട്ട് കൊണ്ടുപോയില്ലേ. പറ്റില്ല, നടക്കങ്ങോട്ട്. നജീബ് സാർ അതാ രണ്ടുപേരെയും തള്ളുന്നു. കൂടെ ഷഹർബാനും. ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എങ്ങനെയുണ്ടാവുമല്ലോ കുടുംബം എന്നുള്ളതിനെ തൊട്ട്. എന്തൊക്കെ തന്നെയായാലും അതാ സൗദിയുടെ റൂമിലേക്ക് ഉന്തി തള്ളി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവർ പരമാവധി പിന്തിരിയാനും ശ്രമിക്കുന്നുണ്ട്. അവിടെ എത്തുമോ? എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സൗദയെല്ലാം തുറന്നു പറയുമോ? അവൾക്കതിനുള്ള ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.